ഈ ലോകത്തും പരലോകത്തും നമ്മെ വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തുന്നതുമായ ഒരു സ്വഭാവമാണ് അൽ കസൽ, മടി എന്നത്, അലസത, മടി കാണിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഒരുപാട് ഹൈറുകളെ തടയും, ഒരുപാട് ഷർറുകളെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അള്ളാഹുവേ, അമിതമായ ഉത്കണ്ഠയിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വൽ അജ്സി വൽ കസൽ, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയിൽ നിന്നും, വൽ കസൽ, മടിയിൽ നിന്ന്, അലസതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ അള്ളാഹുവിനോട് രക്ഷ തേടാൻ മാത്രം, രക്ഷപ്പെടണം, ആ രക്ഷ തേടാൻ മാത്രം ഗൗരവമുള്ള മോശമായ സ്വഭാവമാണ് അലസത, മടി. കാരണം അള്ളാഹുവിൽ അഭയം തേടുകയാണ്. അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ളതാണത്. എന്താണ് അലസത എന്ന് പറഞ്ഞാൽ? കസ്ല്, അത് രണ്ട് രൂപത്തിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, മനുഷ്യൻ ബുദ്ധിപരമായ മടി കാണിക്കും, അതാണ് കസ്റുൽ ആഖിൽ എന്ന് പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ചിന്തിക്കാതെ തൻ്റെ ബുദ്ധി കൊണ്ട് മടിയന്മാരായ ധാരാളം ആളുകളുണ്ട്. അവരൊന്നും ചിന്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമാന്മാരെ കുറിച്ച് പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. നോക്കൂ നിങ്ങൾ, ബുദ്ധിമാന്മാരായ ആളുകളുടെ അടയാളം നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. നിന്നും ഇരുന്നും കിടന്നും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവിടെ അവരുടെ ശരീരം പ്രവർത്തിക്കണമെന്നില്ല, പക്ഷെ തലച്ചോറ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഇരുന്നാണെങ്കിലും ശരി, കിടന്നാണെങ്കിലും ശരി, അവരുടെ തല പ്രവർത്തിക്കുന്നുണ്ട്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, പടച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. നരകത്തിൽ നിന്ന് അവർ കാവലിനെ തേടും. എന്നാൽ ധാരാളം ആളുകൾ അവരുടെ ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നേയില്ല, മടിയന്മാരാണ്. അത്തരം സന്ദർഭങ്ങളിലും അവർക്ക് ലഅബ് തന്നെ, കളിയും വിനോദവും തമാശയും മാത്രം. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ചിന്തകളെയും മരവിപ്പിക്കുന്ന ഡിവൈസുകൾ നമ്മുടെ കൈകളിലുണ്ട്. മൊബൈൽ ഫോണായി, മറ്റു സംവിധാനങ്ങളായി. അവിടങ്ങളിലൊക്കെ ചിന്തയില്ല, മറിച്ച് പിന്നെ ആസ്വാദനം മാത്രമേ ഉള്ളൂ. എൻ്റർടൈൻമെൻ്റാണ്. അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നിലേക്കും മനുഷ്യൻ പോകുന്നില്ല. അങ്ങനെ ബുദ്ധിപരമായി മടിയന്മാരായിരിക്കുന്നു, അലസന്മാരായിരിക്കുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചിന്ത, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്താണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? ലിയദ്ദബ്ബറു ആയാതി, മൊത്തം ഖുർആനിനെ കുറിച്ചും ചിന്തിക്കണം, ഖുർആനിലെ ഓരോ ആയത്തുകളെ കുറിച്ചും ചിന്തിക്കണം. പക്ഷേ മടിയന്മാരാണ്, ചിന്തിക്കുന്നില്ല, അർത്ഥം പഠിക്കുന്നില്ല, ആലോചിച്ചിരിക്കുന്നില്ല. ദീനിനെ കുറിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് പോലും മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട, സ്വഹാബികളിൽപ്പെട്ട ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്, സുദീർഘമായ ഖിയാമുൽ ലൈൽ നമസ്കാരത്തോളം വരുന്നതാണ് അല്പസമയം റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കൽ. അത്രയും വലിയ ഇബാദത്താണത്. കാരണം ഈ ആരാധനകളിലേക്കൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു ചിന്തയാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ വിഷയത്തിൽ മടിയന്മാരായ ആളുകളുണ്ട്. ഇത് ആഖിറത്തിൻ്റെ കാര്യമാണെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലും ചില ആളുകൾ ബുദ്ധി കൊടുക്കുന്നേയില്ല. ഒരു കച്ചവടം തുടങ്ങുകയാണ്, ചിന്തിക്കുന്നില്ല. ഒരു കല്യാണം കഴിക്കാനോ ചിന്തിക്കുന്നില്ല. ഒരു സൽക്കാരം നടത്താനോ ചിന്തിക്കുന്നില്ല. മടിയന്മാരാണ്. അവർ ചിന്തിച്ചിരുന്നെങ്കിൽ, ആലോചിച്ചിരുന്നെങ്കിൽ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ, ചർച്ച ചെയ്യാൻ ആളുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദുനിയാവിലെ തൻ്റെ മഈശത്ത് നന്നാക്കി തീർക്കാൻ ആവശ്യമായ എല്ലാ കഴിവും മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടും എല്ലാവരും വിഡ്ഢിത്തങ്ങളിൽ തന്നെയാണ് ചെന്നുപോയി ചാടുന്നത്.
ഫൂളുകളായി വിഡ്ഢികളായി മാറുകയാണ്. എന്തുകൊണ്ട്? ബുദ്ധിയൊക്കെ ഉണ്ട്, ഭ്രാന്തനല്ല, ബുദ്ധിഭ്രമമില്ല, മന്ദബുദ്ധിയല്ല, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ആവുകയാണ്. എന്തുകൊണ്ടാണ്? ബുദ്ധി ഉപയോഗിക്കുന്നില്ല, മടിയന്മാരായിരിക്കും. അപ്പോൾ ഈ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും ചിന്തിച്ചാലേ നല്ലൊരവസ്ഥ ഉണ്ടാവുള്ളൂ. ചിന്തിച്ചിട്ടില്ലെങ്കിൽ പരാജയം ഉണ്ടാവും. അങ്ങനെയുള്ള മടിയന്മാരുണ്ട്. രണ്ടാമത്തെ മടിയന്മാർ എന്ന് പറഞ്ഞാൽ അത് കസലുൽ ബദനാണ്, ശരീരം കൊണ്ട് മടി. ഇബാദത്തുകൾ ചെയ്യാൻ മടി, നമസ്കരിക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, ഒരു പുസ്തകം വായിക്കാൻ മടി, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മടി, ഖുർആൻ ഹിഫ്ളാക്കാൻ മടി, ദിക്റുകൾ ചൊല്ലാൻ മടി, നല്ലത് എഴുതാൻ മടി, നല്ലത് പറഞ്ഞു കൊടുക്കാൻ മടി, ധനം ചെലവഴിക്കാൻ മടി, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും. അത് ആഖിറത്തിൻ്റെതാണെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലും മടിയന്മാരുണ്ട്. ജോലിക്ക് പോകാത്തവർ, വെറുതെ വീട്ടിലിരിക്കുന്നവർ, കൃഷി ചെയ്യാൻ പാടമുണ്ട്, അവസരങ്ങളുണ്ട്, കൃഷി ചെയ്യുന്നില്ല, കച്ചവടം ചെയ്യാൻ സംവിധാനമുണ്ട്, കച്ചവടം ചെയ്യുന്നില്ല. അങ്ങനെ ദുനിയാവിൻ്റെ കാര്യത്തിലും ശരീരം കൊണ്ട് മടി കാണിക്കുന്നവർ. ഈ രണ്ട് മടിയും നമുക്ക് ഈ ലോകവും നഷ്ടപ്പെടുത്തും, പരലോകവും നഷ്ടപ്പെടുത്തും. ഒരുപാട് ലാഭങ്ങളെ അത് തടയും, ഒരുപാട് നന്മകളെ അത് തടയും, പരലോകത്ത് വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയത്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അജ്സിൽ നിന്ന്. അജ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അജ്സ് എന്ന വേർഡ് ഒരാൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള കഴിവില്ല. അത് നമ്മൾ അല്ലാഹുവിനോട് രക്ഷ തേടേണ്ട ഒരു കാര്യമാണ്. ആഗ്രഹം പോരാ, മറിച്ച് അത് ചെയ്യാനുള്ള കഴിവ്, പ്രാപ്തി അത് നേടിയെടുക്കണം. ശരീരം കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അറിവ് കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അങ്ങനെ നേടിയെടുത്ത് പഠിച്ചുണ്ടാക്കണം എന്നാണ് അർത്ഥം. പഠിച്ചുണ്ടാക്കണം, അതാണ് അജ്സ്. ഇറാദത്തുണ്ട്, നല്ല ഉദ്ദേശമുണ്ട്, പക്ഷേ ചെയ്യാനുള്ള കഴിവില്ല. റബ്ബിനോട് കാവൽ തേടേണ്ട കാര്യമാണത്. എന്നാൽ കസല് എന്ന് പറഞ്ഞാൽ, മടി എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിൽ ഇറാദത്തില്ല. അതിനാണ് കസല് എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിൻ്റെ ഓപ്പോസിറ്റാണ്. പക്ഷെ ഈ കസലാണ് പലപ്പോഴും അജ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ജംഇ ചെയ്ത് ദുആ ചെയ്യാനുള്ള കാരണം. അഥവാ കഴിവുള്ളവനെ പോലും കഴിവില്ലാത്തവനെ പോലെയാക്കി മാറ്റുന്ന പണിയുടെ പേരാണെന്ത്? മടി. ഒരാൾക്ക് ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും, സമർത്ഥന്മാരാണ്, പക്ഷേ മടിയന്മാരാണ്. അതീവ സാമർഥ്യമുള്ള ആളുകൾ, അള്ളാഹു കഴിവ് നൽകിയ, ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടൊക്കെ കഴിവ് നൽകിയ ആളുകൾ ഉണ്ടാവും, പക്ഷെ മടി കൊണ്ട് അതൊന്നും ചെയ്യൂല. വേറെ ചിലകൾക്ക് നല്ല ഇറാദത്തുണ്ട്, പക്ഷെ കഴിവില്ല. ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. മറിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രാക്ടീസ് ചെയ്യണം. ശരീരം കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ, ബുദ്ധി കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ, ഇൽമു കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ. അങ്ങനെ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടിയില്ലാതെ അത് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടാകണം. ഇമാം അർ-റാഗിബ് അൽ-അസ്ഫഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ തഅത്തല വതബത്തല ഇൻസലഖ മിനൽ ഇൻസാനിയ. മൻ തഅത്തല വതബത്തല. ആരെങ്കിലും തഅത്തല എന്ന് പറഞ്ഞാൽ ഒരു പണി എടുക്കാതിരിക്കുക, മടിയന്മാരായിരിക്കുക. വതബത്തല, വേറെ ചില ആളുകളുണ്ട്, ഈ മടിയന്മാർക്കൊരു സ്വഭാവമുണ്ട്, ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ ഉപകാരമില്ലാത്തതായിരിക്കും ചെയ്യുക. അതാണ് തബത്തല എന്ന് പറഞ്ഞാൽ, ബാത്തിൽ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക. ഇങ്ങനെ ഒരാൾ ചെയ്താൽ ഇൻസലഖ മിനൽ ഇൻസാനിയ എന്നാണ്. അവൻ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാണ്. കാരണം മനുഷ്യൻ ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ബൽ മിനൽ ഹയവാനിയ, മൃഗം എന്ന അവസ്ഥയിൽ നിന്ന് തന്നെ അവൻ മാറി എന്നാണ്. കാരണം മറ്റു മൃഗങ്ങളെ നോക്കൂ നിങ്ങൾ, ഒരു മൃഗവും വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഓരോ മൃഗവും അതിന് നിശ്ചയിച്ച പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അലസനായി മടിയനായി ഇരിക്കുന്ന ഏത് മൃഗമാണുള്ളത്? നമ്മൾ ആരെങ്കിലും പിടിച്ച് കൂട്ടിലിട്ടാൽ അങ്ങനെ ഇരിക്കുന്നല്ലാതെ പൊതുവെ ഒരു മൃഗവും അതിന് നൽകപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കാതിരിക്കുന്നില്ല. വേണ്ടാത്ത കാര്യം മൃഗങ്ങൾ ചെയ്യുന്നില്ല എന്നാണ്. ഒരു വെറുതെ പണി ഒരു മൃഗം എടുക്കുന്നില്ല. ഓരോ മൃഗവും ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. എന്നാൽ മനുഷ്യനാണ് ഈ എല്ലാ കഴിവും നൽകപ്പെട്ടിട്ടും വ്യർത്ഥമായത് ചെയ്യുന്നത് മനുഷ്യനാണ്. ഇനി ചെയ്യാനുള്ള എല്ലാ കഴിവുമുണ്ടെങ്കിൽ പോലും മടിയനായി ഇരിക്കുന്നതും മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ വസാറ മിൻ ജിൻസിൽ മൗത, പിന്നെ അവൻ മരിച്ചവനെ പോലെയാണ്. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ മരിച്ച ആളെ പോലെയാണ്, ഒരു ഉപകാരമില്ല. ഭൂമിക്കടിയിൽ ഉള്ള അതേ അവസ്ഥയാണ് ഭൂമിക്ക് മേലെ ആയിട്ടും. അങ്ങനെ ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അലസതയെ, മടിയെ മാറ്റിവെച്ച്, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷെ ദുനിയാവും ആഖിറവും രണ്ടും നേടിയെടുക്കാൻ അധ്വാനിച്ചേ മതിയാകൂ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ലൗ അന്നന്നാസ കുല്ലമസ്തസഅബു അംറൻ തറകൂ
മാ ഖാമ ലിന്നാസി ദുനിയാ വലാ ദീൻ. പ്രയാസം ഉള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യാതെ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ദീനും ദുനിയാവും രണ്ടും കിട്ടുമായിരുന്നില്ല. ഒരു സംഗതി പ്രയാസാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നെങ്കിൽ ഈ ദുനിയാവ് ഉണ്ടാക്കാനും നമുക്ക് കഴിയുമായിരുന്നില്ല, ദീൻ അഥവാ പരലോകം നേടിയെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് ദീനും ദുനിയാവും പരലോകവും ഇതൊക്കെ നേടിയെടുക്കാൻ ശ്രമകരമായ അധ്വാനം ആവശ്യമാണ്. അവിടെ അലസതയോ മടിയോ ദുർബലതയോ നമ്മൾ കാണിക്കാൻ പാടില്ല എന്നാണ്. മഹാനായ ഖതാദ, ഇമാം ഖതാദ തബഉ താബിഈങ്ങളിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ വലിയ മുഫസ്സിറായ മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത്, യാ ഇബ്ന ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, വിശ്വാസികളെ, ഇൻ കുൻത ലാ തുരീദു അൻ തഅതിൽ ഖൈറ ഇല്ലാ ബിനശാത്തിൻ. നശാത്ത് അഥവാ ഉന്മേഷവും ആവേശവും ഉള്ളപ്പോൾ മാത്രമാണ് ഖൈർ നേടിയെടുക്കാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഇന്ന നഫ്സക ഇല സആമതി വഇലൽ ഫുതൂരി വഇലൽ മലൽ. അങ്ങനെയാകുമ്പോൾ പിന്നെ നീ എപ്പോഴും അലസനും മടിയനുമായി തീരും. കാരണം മനുഷ്യന്റെ ഫിത്രത്ത് അധികവും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫിത്രത്താണ്. ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും അധികം ബുദ്ധിമുട്ടാൻ ഇഷ്ടപ്പെടാത്തൊരു ഫിത്രത്താണ് മനുഷ്യനുള്ളത്. അതിന് തന്നെ നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. എനിക്ക് ഉന്മേഷമുള്ളപ്പോഴേ ഞാൻ ചെയ്യൂ, ഇപ്പം എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പലരും ധാരാളം ഹൈറുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് മടിയാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഉറക്കം തൂങ്ങുന്നു, ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളും പറഞ്ഞിട്ട് ധാരാളം ഹൈറുകൾ മനുഷ്യൻ നഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെ നിനക്ക് 100% ഉന്മേഷമുള്ളപ്പോഴേ നീ നന്മ ചെയ്യൂ എന്നാണെങ്കിൽ ധാരാളം നന്മകൾ നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വലാകിന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുതഹാമിലാണ്, മറ്റൊരു റിവായത്തിലുള്ളത് മുതശദ്ദിദാണ്. അവനവൻ്റെ ബാധ്യതകളിൽ കണിശ നിലപാടായിരിക്കണം. കണിശ നിലപാടുണ്ടാവണം. നമുക്ക് വിജയിക്കേണ്ട വിഷയത്തിൽ കണിശ നിലപാടുണ്ടാകണം. വൽ മുഅ്മിനു അൽ മുതഖവ്വി, അതേപോലെ തന്നെ തഖ്വയുള്ളവനായിരിക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനായിരിക്കണം. വഇന്നൽ മുഅ്മിനീന, യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഹുമുൽ അജ്ജാജൂന ഇലല്ലാഹി ബില്ലൈലി വന്നഹാർ, രാവ് പകൽ ഒരുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ദിക്റുകളും നമസ്കാരവും നോമ്പും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കേണ്ടവരാണ്. വമാസാലൽ മുഅ്മിനൂന യഖൂലൂന റബ്ബന റബ്ബന റബ്ബന, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടൊരു വിശ്വാസി എൻ്റെ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ഹത്തസ്തജാബ ലഹും, അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി എന്നാണ്. മനുഷ്യരെ, നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, അധ്വാനിച്ച് ശ്രമിച്ച് ഘട്ടം ഘട്ടമായി റഹ്മാനായ റബ്ബിലേക്ക് അടുക്കേണ്ടവരാണ്. അധ്വാനിക്കണം, പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതെ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തദഅ ഖിയാമൽ ലൈൽ, താങ്കൾ രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്, രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത്. ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ കാന ലാ യദഉഹു, ഒരിക്കലും റസൂൽ രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. വകാന ഇദാ മരിള, റസൂലുള്ളാഹിക്ക് രോഗമുണ്ടായാൽ ഔ കസില, അല്ലെങ്കിൽ വല്ല യാത്ര കൊണ്ടോ മറ്റോ ക്ഷീണവും ഒരു മടിയും റസൂലുള്ളാഹിക്ക് തോന്നിയാൽ എന്നാ പിന്നെ നിസ്കാരമില്ല എന്നാണോ? അല്ല, സ്വല്ലാ ഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുമായിരുന്നു. ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കസില് അഥവാ ഏതൊരു മനുഷ്യനും ക്ഷീണവും മറ്റുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ ആ നിലക്ക് ഒരു സാധാരണ മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവർക്കുണ്ടാകുന്നത് പോലെയുള്ള ക്ഷീണവും മുഷിപ്പും രോഗവും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വന്നപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കാരം ഉപേക്ഷിക്കല്ല ചെയ്യുന്നത്. പിന്നെയോ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കും. എന്നാൽ പോലും ആ നമസ്കാരം ഉപേക്ഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് മാക്സിമം എത്രയാണോ കഴിയുന്നത് അത്രയും പ്രവൃത്തി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരണം, എന്നാലേ നമ്മൾ ആ ഇൻസാനിയത്തിൽ നിൽക്കൂ എന്നാണ്. അതിനുള്ള വളരെ വലിയൊരു ഉദാഹരണമാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭം. മാത്രമല്ല, ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമൂഹത്തിലല്ല, ആളുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വിശപ്പുണ്ട്,
ഹാമിൽ പൊതുവെ ഗർഭിണികൾക്കുണ്ടാവുന്ന ദുർബലത, ഒരു സ്ത്രീ എന്ന ദുർബലത, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈത്തപ്പഴം വേണം. റഹ്മാനായ റബ്ബ് മിഹ്റാബിൽ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ അത് ഒരു സന്ദർഭമാണ്, അത് മറ്റൊരു മുഅ്ജിസത്ത്, ഒരു കറാമത്താണ്. അതേ സന്ദർഭത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗർഭിണിയായിരിക്കെ റബ്ബ് എന്താ പറഞ്ഞത്? അവിടെ ഇരുന്നോ, ഈത്തപ്പഴം താഴോട്ട് തള്ളിയിട്ട് തരാമെന്നാണോ, എത്തിച്ചു തരാമെന്നാണോ? അല്ല. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിതു അലൈകി റതബൻ ജനിയ. ആ ഈത്തപ്പനൊന്ന് പിടിച്ചു കുലുക്കാൻ പറഞ്ഞു. ഗർഭിണിയോടാണ് ആവശ്യപ്പെടുന്നത്, സ്ത്രീയോടാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എഫോർട്ട് മാക്സിമം എത്രയാണോ കഴിയുന്നത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെയും കഴിവിൽപ്പെടാത്തത് അള്ളാഹു പറയില്ല. പക്ഷെ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം എത്രയാണോ അത് അള്ളാഹു നമ്മളിൽ നിന്ന് പുറത്തു വരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള കഴിവും മുരടിച്ചുപോയി അവസാനം അലസന്മാരും മടിയന്മാരും ഒന്നിനും ഇറങ്ങിത്തിരിക്കാത്ത ആളുകളായി നമ്മൾ മാറും. മാത്രമല്ല, അലസതയുടെ ഉറവിടം പലപ്പോഴും അപകടകരമായ ഒരു ചിന്തയിൽ നിന്നുകൂടിയാവുമെന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. അതെന്താണ്? അത് നിഫാഖാണ്, കാപട്യമാണ്. ഇഖ്ലാസ് ഒരു മനുഷ്യനെ പ്രവർത്തിക്കുന്നവനാക്കി തീർക്കുമ്പോൾ കാപട്യം ഒരാളെ എല്ലാ നന്മകളിൽ നിന്നും പിറകോട്ട് വലിക്കും. സൂറത്തു നിസായിലെ 142 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുനാഫിഖീന, കപടവിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ്, അവർ അള്ളാഹുവിനെ ചതിക്കാൻ നോക്കുകയാണ്, വഞ്ചിക്കാൻ നോക്കുകയാണ്, മുസ്ലിമീങ്ങളായി അഭിനയിക്കാൻ. വഹുവ ഖാദിഉഹും, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെയാണ് അത് തിരിച്ചുവിടുന്നത്. വഇദാ ഖാമു ഇല സ്വലാത്തി, അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. മടിയന്മാരായിട്ടാണ് അവർ നമസ്കരിക്കാൻ നിൽക്കുന്നത്. യുറാഊന അന്നാസ്, അവർ ജനങ്ങളെ കാണിക്കുക എന്ന നിയ്യത്താണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല എന്നാണ്. അപ്പോൾ മുനാഫിഖീങ്ങളുടെ ഒരു സിഫത്താണെന്ത്? മടി. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങൾ മടിയന്മാരായി നിൽക്കുന്നു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, ഹാദിഹി സിഫത്തുൽ മുനാഫിഖീന ഫീ അഷ്റഫിൽ അഅമാലി വ അഫ്ളലിഹാ വ ഖൈരിഹാ, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും മുനാഫിക്കുകൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് പറയണ്ടല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിൽ അവർ മടിയന്മാരാണ്. വഹിയ സ്വലാ, അത് നമസ്കാരമാണ്. അതുകൊണ്ട് ഇദാ ഖാമു ഇലൈഹ ഖാമു വഹും കുസാല അൻഹ, അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടി നിൽക്കുമ്പോൾ മടിയന്മാരായിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുന്നത്. ലി അന്നഹും ലാ നിയ്യത ലഹും ഫീഹ, അവരുടെ മനസ്സിൽ പ്രത്യേക നിയ്യത്തില്ല. വലാ ഈമാന ലഹും ബിഹ വലാ ഖശിയ, ഈമാനുമില്ല, ഖശിയത്തും ഒന്നുമില്ല. അപ്പോൾ ഈമാനിൻ്റെ കുറവ്, ഖുശൂഇൻ്റെ കുറവ്, ഇഖ്ലാസിൻ്റെ കുറവ്, നിയ്യത്തിൻ്റെ അഭാവം, ഇതൊക്കെ മനുഷ്യനെ മടിയനാക്കി തീർക്കും. വലാ യഖിലൂന മഅനാഹ, അവർ അതിൻ്റെ മഅന പോലും അറിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുക്റഹു അൻ യഖൂമ അർ-റജുലു ഇല സ്വലാത്തി വഹുവ കസ്ലാൻ വലാകിൻ യഖൂമു ഇലൈഹാ തൽഖൽ വജ്ഹി അദീമ അർ-റഗ്ബത്തി ശദീദൽ ഫറഹ് ഫഇന്നഹു യുനാജി അല്ലാഹ തബാറക വതആല വഇന്നല്ലാഹ അമാമഹു യഗ്ഫിറു ലഹു വയുജീബുഹു ഇദാ ദആ ثم يتلو ابن عباس هذه الآية وإذا قاموا إلى الصلاة قاموا كسالى. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരിക്കലും മടിയനായി കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പോകരുതെന്നാണ്. അഥവാ മടി കാണിച്ചുകൊണ്ടുള്ള ഒരു പോക്ക്, അത് കറാഹത്താണ്. നമസ്കാരം ഒരുപക്ഷെ വീടും, വാജിബ് വീടും, പക്ഷെ അത് കറാഹത്താണ്. മറിച്ച് നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവണമെന്നാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷവും ഒരു ഉന്മേഷവും ഒരു ആവേശവും വിശ്വാസികളിൽ പ്രകടമാകണം. ഷദീദൽ ഫറഹ് എന്നാണ്, കഠിനമായ സന്തോഷം. കാരണം എന്താണ്? ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിക്കാൻ പോവാണ്. അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും അലസതയോ മടിയോ ഉണ്ടാവാൻ പാടുണ്ടോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ, സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും പോവുക? എങ്കിൽ പിന്നെ റഹ്മാനായ റബ്ബിനോടുള്ള മുനാജാത്താണ് നമസ്കാരം. അവിടെ അലസത പാടില്ല. ആ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരേണ്ടതുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം വിശ്വാസികൾ നമസ്കരിക്കാൻ വേണ്ടി പോവേണ്ടത്. ഒരിക്കലും അവരിൽ നിന്ന് മടി ഉണ്ടാവാൻ പാടില്ല എന്നാണ്. എന്നിട്ട് ഇവിടെ ഈ ആയത്തിൽ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നമസ്കരിക്കാൻ നിന്നാൽ അവർ മടിയന്മാരായി നിൽക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നത്, ഹാദിഹി സിഫത്തു ലവാഹിരി, ഇത് അവരുടെ ലവാഹിർ അഥവാ പുറത്ത് കാണുന്ന ബോഡി മടിയാണ്. ഉള്ളോ യുറാഊന അന്നാസ്,
ഹൃദയം ജനങ്ങളെ കാണിക്കുക ലാ ഇഖ്ലാസ ലഹും, അകവും പുറവും പൊള്ള. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, മനസ്സിലും ഇഖ്ലാസില്ല, പുറത്ത് മടിയും. അതുകൊണ്ടാണ് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പറയാനുള്ള കാരണം ഇത് രണ്ടും ഫസാദായവരാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഹൃദയത്തിൽ നല്ല ഇഖ്ലാസ്, നിയ്യത്ത്, ഖുശൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അറിവ് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ചൈതന്യം ശരീരത്തിൽ ഇങ്ങനെ കാണണം, പ്രവർത്തനങ്ങളിൽ കാണണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രാത്രി മുഴുവൻ കാലിൽ നീര് വരുവോളം അള്ളാഹുവിൻ്റെ റസൂൽ നിന്ന് നമസ്കരിക്കുകയാണ്. അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി എനിക്ക് മാറിക്കൂടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്.